നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഇസ്രായേലിലെ ഗോളൻ ഹൈറ്റ്സിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഹിസ്ബുള്ള നടത്തിയ വ്യോമാക്രമണം. അതിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ. 12 കുട്ടികൾ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു ഈ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ. ഈ ഒരു ആക്രമണത്തിനാണ് ഇപ്പോൾ വലിയൊരു തിരിച്ചടി ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ശനിയാഴ്ച മജ്ദൽ ഷംസിലെ ഡ്രൂഡ് ടൗണിൽ നടന്ന ആക്രമണം ഇതിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു. എന്നാൽ ഹിസ്ബുള്ള ഈ ഒരു ആരോപണത്തെ നിഷേധിച്ചിരുന്നു. അറബി സംസാരിക്കുന്ന മതപരവും വംശീയപരവുമായ ഡ്രൂസ് വിഭാഗത്തിൽപ്പെടുന്ന 25,000 അംഗങ്ങൾ താമസിക്കുന്ന ഗോലാൻ കുന്ന്, ആ കുന്നുകളിലെ 4 ഗ്രാമങ്ങളിൽ ഒന്നാണ് ആക്രമണം നടന്ന മജ്ദൽ ഷംസ്. ലബനൻ അതിർത്തിയിൽ 7 ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു. അതേസമയം ആക്രമണത്തിൽ പരിക്കുകളുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഒക്ടോബർ 7-ന് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് മുതൽ ഇസ്രായേലിനുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് ശനിയാഴ്ച നടന്ന ഫുട്ബോൾ പിച്ചിലെ ആക്രമണം. ആക്രമണത്തിന് പിന്നാലെ ഉടനടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിരുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരെ പ്രതികാരം ചെയ്യുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പിന്നാലെയാണ് ആയുധങ്ങളും മറ്റുമുള്ള ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത്. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം നിഷേധിച്ച ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് ഇസ്രായേലിന്റെ റോക്കറ്റാണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് UN-നോട് വ്യക്തമാക്കി എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ശനിയാഴ്ചത്തെ ആക്രമണത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിന് മുമ്പ് മറ്റ് 4 ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തിരുന്നു. ഇസ്രായേൽ നിയന്ത്രിത ഗോലാൻ കുന്നുകളിലെ ഫുട്ബോൾ മൈതാനത്ത് റോക്കറ്റ് ആക്രമണം ഉണ്ടായത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചിരുന്നു. കൊല്ലപ്പെട്ട കുട്ടികൾ 12 ആയിരുന്നു. 20 പേർക്കാണ് പരിക്കേറ്റത്. മരിച്ചവരിൽ 5 വിദ്യാർത്ഥികൾ ഉണ്ട് എന്ന നിഗമനമൊക്കെ പുറത്തുവന്നതാണ്. ഗോലാൻ കുന്നുകൾ 1967-ൽ സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തതാണ്. ഈ ആക്രമണത്തിൽ ഇസ്രായേൽ ആരോപിക്കുന്നത് ലെബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ളയാണ് ആക്രമണത്തിന് പിന്നിലെന്നും തെക്കൻ ലെബനനിലെ ചെബാ ഗ്രാമത്തിന്റെ വടക്ക് ഭാഗത്തു നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചതെന്നും ഇസ്രായേൽ സൈന്യം ആരോപിച്ചിരുന്നു. ഹിസ്ബുള്ള ആരോപണങ്ങളെയൊക്കെ തള്ളിയിരുന്നു. തിരിച്ചടിയായി ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനിലും തെക്കൻ ലെബനനിലും ആക്രമണം നടത്തിയതായി ഞായറാഴ്ച പുലർച്ചയോടെ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആ ഒരു മുന്നറിയിപ്പ്, ഈ ഒരു ആക്രമണത്തിന് ഹിസ്ബുള്ള ശക്തമായ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ്, ആ മുന്നറിയിപ്പ് വന്ന നിമിഷങ്ങൾക്കകം തന്നെ അവിടെ വലിയ തിരിച്ചടി ഇസ്രായേൽ സൈന്യം നടത്തിയിരിക്കുന്നു എന്ന വിവരമാണ് പുതുതായി പുറത്തുവരുന്നത്. ഒക്ടോബർ 7-ാം തീയതി ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇതെന്നൊരു പ്രതികരണം ഇസ്രായേൽ സൈന്യത്തിന്റെ മുഖ്യ വക്താവ് ഡാനിയൽ ഹഗാരിയും തുറന്നടിച്ചിരുന്നു. ഹിസ്ബുള്ള എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചിരിക്കുകയാണെന്നും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നുമായിരുന്നു ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയത്. രാജ്യം യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും പശ്ചിമേഷ്യ അശാന്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.